എയിംസ് കേരളത്തിൽ എവിടെ വരണമെന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എയിംസിനെ ചൊല്ലി ബി.ജെ.പിയിൽ തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് മൗനം. പ്രതികരണം. പ്രസിഡന്റ്, എയിംസിന്റെ കാര്യത്തിൽ ബി.ജെ.പിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? ജില്ലകളിലെ പ്രസിഡന്റുമാരും ഞാൻ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാതെ എയിംസിലൊരു സംസ്ഥാനത്തിന് ഏകീകൃത അഭിപ്രായം ഇല്ലേ? എയിംസ് അവിടെ വേണമെന്നുള്ള സംബന്ധിച്ച് പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, എയിംസ് എവിടെ അതിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സുരേഷ് ഗോപി ഒരു കട്ടാൻറായിട്ട് ഒരു നിലപാട് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പ്രതികരണം എം.ടി. രമേശിന്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കേട്ടതാണ്. സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ എന്താണ് മറുപടി? ഒന്നുമില്ലേ? അതോ ക്ഷുഭിതനാവുകയാണോ? പ്രതീക്ഷ, കേന്ദ്രം കേരളത്തിന് എയിംസ് അനുവദിക്കുമ്പോൾ അത് ഏത് ജില്ലയിലായിരിക്കണം എന്ന വിഷയം സംസ്ഥാന ബി.ജെ.പിയിൽ ആശയക്കുഴപ്പം ശക്തമാക്കിയിട്ടുണ്ട്. ആ ആശയക്കുഴപ്പം തുടരുകയാണ്. കാരണം ഇന്ന് രാവിലെ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ നിലപാട് തള്ളിക്കൊണ്ട്, അതായത് ആലപ്പുഴ ജില്ലയ്ക്ക് എയിംസ് കൊടുക്കാനാണ് തൻ്റെ നിലപാട് എന്ന് സുരേഷ് ഗോപി പറഞ്ഞത്, അതിനെ പാർട്ടി അംഗീകരിക്കുന്നില്ല. കാരണം കേരളത്തിന് എയിംസ് എന്നതിന് അപ്പുറത്തേക്ക് ഏത് ജില്ലയ്ക്ക് എയിംസ് വേണമെന്ന നിലപാട് സംസ്ഥാന ബി.ജെ.പിക്ക് ഇല്ല എന്നാണ് എം.ടി. രമേശ് വിശദീകരിച്ചത്. അതോടെ ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ പാർട്ടി നിലപാട് എന്താണ്? സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളിക്കൊണ്ട് പാർട്ടി നിലപാട് കേരളത്തിൽ എയിംസ് അനുവദിക്കുക എന്നത് മാത്രമാണ് എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശദീകരിച്ചെങ്കിലും വൈകിട്ട് മാധ്യമങ്ങളെ കണ്ട മറ്റൊരു വിഷയത്തിൽ, ഗൃഹസമ്പർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ട സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതായത് എം.ടി. രമേശ് പറഞ്ഞത് സംസ്ഥാന പാർട്ടിയുടെ നിലപാടാണെങ്കിൽ അത് വിശദീകരിക്കാമായിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ മൗനം പാലിച്ചു എന്നതിലൂടെ തന്നെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. കാരണം തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഇന്നലെ ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഉന്നയിച്ചു. കാസർഗോഡ് വേണമെന്ന് അവർ ഉന്നയിക്കുന്നു. സുരേഷ് ഗോപി ആകട്ടെ ആലപ്പുഴയ്ക്ക് നൽകുമെന്ന നിലപാടെടുക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി എടുത്ത നിലപാട്, കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം എടുത്ത നിലപാട്, സംസ്ഥാന ബി.ജെ.പിയുടെ നിലപാടല്ല എന്ന് എം.ടി. രമേശിന്റെ വിശദീകരണത്തിലൂടെ വ്യക്തമാവുകയാണ്. അതേസമയം തന്നെ ഏത് ജില്ലയ്ക്കാണ് എന്ന കാര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ മൗനം പാലിക്കുകയും ചെയ്യുന്നു. എയിംസിനെ ചൊല്ലിയാണ് ഇപ്പോൾ സംസ്ഥാന ബി.ജെ.പിയിൽ കലഹം മൂർച്ഛിക്കുന്നത്, ഭിന്നത മൂർച്ഛിക്കുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.